അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ചരിത്രത്തിൽ അല്ലാഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവിടുന്ന് വലിയ രാജപദവി കൈയാളുന്ന ആളായിരുന്നു. അല്ലാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് ഒരു രോഗം നൽകുകയും ആ രോഗം മൂർച്ഛിച്ച് അവസാനം ദിക്ർ ചൊല്ലാൻ വേണ്ടി നാവനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആ ദിക്ർ ചൊല്ലാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കാൻ അല്ലാഹു തആലയോട് മഹാനവർകൾ ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ രോഗം തന്നെ ശിഫയാക്കി കൊടുക്കുകയുണ്ടായി. എന്താണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഗുണപാഠം? നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഭക്ഷണവും ജലവും എന്നത്. 12 മാസത്തിൽ 11 മാസക്കാലത്തോളം അല്ലാഹുവിൻ്റെ അനുഗ്രഹമായ ഭക്ഷണവും അതുപോലെ തന്നെ ജലവുമൊക്കെ കുടിച്ചും ഭക്ഷിച്ചും ശരീരത്തെ പുഷ്ടിപ്പെടുത്തി ഉഷാറായി നടക്കുന്ന നമ്മളോട് ഒരു മാസം പകലിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കാൻ, നോമ്പ് നോൽക്കാൻ അല്ലാഹു തആല നമ്മോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചേക്കാം. എന്നാൽ യഥാർത്ഥ അടിമ എന്ന നിലക്ക് ആ വിയോജിപ്പിനോട് എതിരി പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു തആലയുടെ കൽപ്പന അത് ശിരസാ വഹിച്ചുകൊണ്ട് പകലിൽ വളരെ ക്ഷമയോടുകൂടെ നോമ്പെടുക്കുകയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. അതിനു പകരമായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ആക്ഷേപിച്ച് വക്രീകരിച്ച് നോമ്പിനെ ശപിച്ച് ആഖിബത്ത് മോശമായി മരണപ്പെട്ടു പോകുന്ന ഹതഭാഗ്യരിൽ നാം ആരും ഉൾപ്പെടാതിരിക്കുക. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വരുന്ന എല്ലാം വളരെ സന്തോഷമാണെന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് പരീക്ഷണം വരുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരീക്ഷണത്തെ മനസ്സ് തുറന്നുകൊണ്ട് എതിരിടുന്ന വിജയിക്കുന്ന യഥാർത്ഥ മനുഷ്യരാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു തആല അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുക്കാനും ഇബാദത്തിനോട് കൂറ് പ്രഖ്യാപിക്കാനുമുള്ള ശരീരമായി നമ്മുടെ ശരീരത്തെ പരിവർത്തനപ്പെടുത്താനുള്ള വലിയൊരു അവസരമാണ് റമദാനിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളിലും ക്ഷമിച്ചുകൊണ്ട് അല്ലാഹു തആലയുടെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നു. അസ്സൗമു ലീ വഅന അജ്സീ ബിഹി എന്ന വളരെ മഹത്തായ ആ ഒരു ഹദീസിലൂടെ പ്രഖ്യാപിക്കുന്നതും അതുതന്നെയാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും തന്നെ അല്ലാഹു തആലയുടെ ഏറ്റവും വലിയ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ റമദാൻ മാസത്തെ നോമ്പിനെ വളരെ ആദരവോടുകൂടെ കാണുകയും അത് വളരെ ക്ഷമയോടുകൂടെ അനുഷ്ഠിക്കുകയും അതിനാൽ ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ നമ്മളെ കൊണ്ടാവും വിധം പരിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.